മോർണിംഗ് ആക്ടിവിറ്റിയിൽ പ്രസ് മീറ്റിങ്ങിൽ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അനുമോള് കിടിലൻ ചോദ്യങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല, തൻ്റെ നേർക്ക് വന്ന കൊനഷ്ട ചോദ്യങ്ങൾക്കും അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നതായിട്ടാണ് കേട്ടോ ലൈവിൽ കണ്ടത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മോർണിംഗ് ആക്ടിവിറ്റി ഒരു പ്രസ് മീറ്റിംഗ് ആയിരുന്നല്ലോ. ഇതിൽ നിരവധി ചോദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിച്ചു. ഉത്തരം മുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് എത്തിയത് പലപ്പോഴും അനുമോളാണ്. അതിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. അനീഷൊക്കെ ഭയങ്കര രസകരമായിട്ടൊക്കെയാണ് ആൻസർ പറഞ്ഞത്. അനുമോളുടെ ടേൺ എത്തിയപ്പോൾ അനുമോൾക്ക് നേരെ ഒരു കൊനഷ്ട ചോദ്യവുമായിട്ട് നിവിൻ എത്തിയിരുന്നു. തൻ്റെ ബെഡിൻ്റെ അടുത്തുള്ള ആ ഒരു മരം, അതിൽ വരുന്ന പൂക്കളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു തുടങ്ങിയത്. വളരെ പോസിറ്റീവ് എനർജിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് തുടങ്ങിയതാണ്. ആ സമയത്താണ് നിവിൻ്റെ ചോദ്യം വരുന്നത്. ബിഗ് ബോസ് വീടിനകത്തുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയുമായിരുന്നു, അനുമോളുടെ ബെഡിൻ്റെ അടുത്തുള്ള പൂവ് ശവന്നാറിപ്പൂവാണ്. ശവന്നാറിപ്പൂ എന്ന് വെച്ചാൽ അറിയാലോ, ശവന്നാറിപ്പൂവിന് ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. വൃത്തികെട്ട മണമുള്ള ശവന്നാറിപ്പൂ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന മരത്തിൻ്റെ കീഴിലാണ് എന്നൊക്കെ പറഞ്ഞാണ് നിവിൻ തുടങ്ങിയിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് അനുമോൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നത്, ഈ ശവന്നാറിപ്പൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ ഈ ശവന്നാറിപ്പൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ കാണുകയോ ശവന്നാറിപ്പൂ മണക്കുകയോ ചെയ്തിട്ടില്ല. അത് ശവന്നാറികൾ മാത്രമായിരിക്കും ശവന്നാറിപ്പൂ മണത്തിട്ടുണ്ടാവുക. എലിചത്ത മണം ചോദിച്ചാലും ഞാൻ പറയും, പക്ഷെ ശവന്നാറിപ്പൂവിൻ്റെ മണം എനിക്ക് അറിയില്ല, അത് ശവന്നാറികൾക്കേ അറിയുള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ നിവിൻ ലാസ്റ്റ് താങ്ക് യു എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. നിവിനെ വിചാരിച്ച് കാണും, എന്തിനാ ദൈവമേ ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അത്തരമൊരു മറുപടിയാണ് കേട്ടോ അനുമോൾ സ്ട്രോങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അനുമോളോട് പറയുന്ന ഈ മറുപടിയെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് തലകുത്തി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസും ആര്യനും കൂടി. നിവിനാണെങ്കിൽ ഇങ്ങനെ ചമ്മി നാറി ഇരിക്കുകയാണ്. ആയാലും അടിപൊളി മറുപടിയായിരുന്നു. എനിക്ക് തോന്നുന്നു അനുമോൾ ഒരുപാട് ഇൻ്റർവ്യൂസും ഒരുപാട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ഫേസ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കാം കറക്റ്റായിട്ട് ആൻസർ പറയാനും ഇങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് അതേ നാളിൽ തന്നെ ഉത്തരം കൊടുക്കാനൊക്കെ നന്നായിട്ട് അറിയാം. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഗംഭീര പെർഫോമൻസ് എനിക്ക് പേഴ്സണൽ തോന്നിയത് അനുമോളുടെ പെർഫോമൻസ് ആണ്. നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, തിരിച്ച് തൻ്റെ നേർക്ക് വന്ന മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ടാസ്ക്. അല്പസമയത്തിനുള്ളിൽ തന്നെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വരും. ഇന്നൊരു 4 ടാസ്ക് കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.